ഗൈസ്, അപ്പോൾ നമ്മുടെ 16 റിമ്മ് എസ് ടി റിമ്മ് ഫുള്ള് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിങ്ങിൽ ഞാൻ അത്ര ഒരു കംഫർട്ടല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് പെയിൻറ്റ് ഇളകുന്നുണ്ട്. അതായത് വെറുതെ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇത് ഇളകി വരും. അപ്പോൾ ഇതിൽ നല്ല രീതിയിൽ പ്രൈമർ കോട്ട് ചെയ്ത് അതായത് നല്ല രീതിയിൽ പേപ്പർ ഇട്ട് പിടിച്ച് ഒരു ചെറിയൊരു ഗ്ലേസിങ് കളഞ്ഞതിന് ശേഷം പ്രൈമറൊക്കെ അടിച്ചാൽ ചെയ്യുന്നെങ്കിൽ നിൽക്കും. പക്ഷേ ഈ ഒരു പെയിൻറ്റിങ്ങിൽ എനിക്ക് അത്ര ക്വാളിറ്റി തോന്നുന്നില്ല. നല്ല രീതിയിൽ തന്നെ നഖം തൊടുമ്പം തന്നെ ഇളകി വരുന്നുണ്ട്. ചുമ്മാ അടിച്ചു വെച്ച പോലെയുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പോക്ക് നമ്മൾ എടുക്കുന്നത് ഹീറോ ഹോണ്ടൻ്റെ തന്നെ പുറകിൽ വരുന്ന സ്പോക്കാണ്. ഫ്രണ്ടും ബാക്കും 16 ഇടുന്ന സമയത്ത് കെട്ടിക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത്. ഹബ്ബ് പെയിൻറ്റ് ചെയ്ത് വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കെട്ടിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇത് ഇപ്പം ഈ ഒരു റിമ്മയിലേക്ക് നമ്മുടെ പൾസറിൻ്റെ ഹബ്ബ് കെട്ടിച്ചുകൊണ്ടിരിക്കലാണ്. അപ്പോൾ ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും നമ്മൾ കെട്ടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഹീറോ ഹോണ്ടയുടെ പുറകിലത്തെ സ്പോക്കാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ കെട്ടിപ്പണി തുടങ്ങി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് സംഭവം ഫുള്ളായിട്ടല്ലേ, ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് പെയിൻ്റ് അടിക്കുമ്പം പവർ കോട്ട്